ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ ഈ ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ നേരത്തെ കഴുകി വെച്ച അരി ഒരു 5 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് ഇതിൽ നിന്ന് ചിക്കൻ പീസസ് മാറ്റാം. ഈ പ്രഷർ കുക്കറിലുള്ള വെള്ളം അളന്നു നോക്കിയപ്പോൾ 3 കപ്പാണ് ഉള്ളത്. ഇനി അതിൻ്റെ കൂടെ 3 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം. ഞാനിവിടെ 3 കപ്പ് അരിയല്ലേ എടുത്തത്, അപ്പോൾ അതിൻ്റെ ഡബിൾ വെള്ളം വേണ്ടി വരും. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നമ്മൾ ചോറ് വളരെ നന്നാവുകയുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളി നല്ലവണ്ണം അരച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കപ്സ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ഡ്രൈ ലെമൺ, 4 വലിയ പച്ചമുളക്, ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നേരത്തെ വറുത്തു വെച്ച അരിയും കൂടി ചേർക്കാം. ഇനി നല്ലവണ്ണം ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന് 2ാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം കുക്കർ തണുത്താൽ മാത്രമേ തുറക്കാൻ പറ്റൂ. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അരി വറുത്ത് വെച്ചത് കൊണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല.
ഇനി ഇതിൻ്റെ മുകളിൽ വറുത്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഇത് ടൊമാറ്റോ സൽസൻ്റെ കൂടെ വേണം കഴിക്കാൻ. ഇന്നത്തെ കബ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണും. ഇഷ്ടമായിനെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.